ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു വിധത്തിൽ കൺമണിയെ കാണാൻ വന്ന കൃഷിനെ ആരും കാണാതെ കൺമണി പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് പോവാൻ റെഡിയാവുകയാണ്. കൺമണിയുടെ അച്ഛൻ ശ്രീനിവാസനും ഗോകുലും ചേർന്നിട്ടാണ് കൺമണിയെ ഓഫീസിലേക്ക് യാത്ര അയക്കുന്നത്. കാറ് വരുന്ന സൗണ്ട് കേട്ടിട്ട് കൺമണിയും ഗോകുലും ശ്രീനിവാസനും പുറത്തേക്ക് വരികയാണ്. കാറ് കണ്ടതിന് ശേഷം ഗോകുല് കൺമണിയോട് പറയുകയാണ്, അപ്പേ ഇത് ഓഫീസ് കാറല്ല, വേറെ ഏതോ ഒരു കാറാണെന്ന് പറയുന്നു. ശ്രീനിവാസനും ഗോകുലിനും കൺമണിക്കും ഒരുപോലെ തന്നെ സംശയമാവുകയാണ്. ഇതിപ്പോ രാവിലെ തന്നെ ആരാ എന്ന് അവര് ചിന്തിക്കുന്നു. അതിനുശേഷം ആ കാറിൽ നിന്നും ഇറങ്ങുന്നത് വരുണായിരിക്കും. വരുണിന്റെ കൂടെ ഒരു പോലീസ് ഓഫീസറും കൂടി വരുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ധനലക്ഷ്മി കൂടി വരുന്നുണ്ട്. അതിനുശേഷം വരുൺ ആ സാറിനോട് പറയാണ്, സാർ ഇതാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് വരുൺ കൺമണിയെ ആ സാറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോൾ ആ സാറ് കൺമണിയോട് ചോദിക്കുകയാണ്, ഓർമ്മയുണ്ടോ എന്നെ നിനക്ക്? നിന്റെ കൃഷിന് സുഖം തന്നെയല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ കൺമണിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നുന്നുണ്ട്. അതിനുശേഷം വരുൺ എല്ലാവരോടുകൂടി പറയുകയാണ്, പോലീസിന്റെ അനുവാദമില്ലാതെ കല്യാണ ദിവസം ആർക്കും തന്നെ മണ്ഡപത്തിലേക്ക് കയറാനുള്ള അനുവാദമില്ല. അങ്ങനെ അനുവാദമില്ലാതെ കയറിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ അറിയാം എന്ന് വരുൺ എല്ലാവരോടുകൂടി പറയുകയാണ്. കൺമണിയോ ഒരു വിധത്തിലും കൃഷിന് വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനത്തിലാണ് വരുൺ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം വരുൺ ധനലക്ഷ്മിയെ പോയി കാണുന്നുണ്ട്. പിന്നീട് വരുൺ കുറച്ച് ക്യാഷ് കൊടുക്കുകയാണ് ധനലക്ഷ്മിക്ക്. ധനലക്ഷ്മിയെ അപ്പോൾ തന്നെ ആ ക്യാഷ് എല്ലാം എണ്ണി നോക്കുന്നുണ്ട്. കൺമണിയെ തനിക്ക് തന്നെ കിട്ടണമെന്ന ഉറപ്പിന് വേണ്ടിയിട്ടാണ് വരുൺ ധനലക്ഷ്മിക്ക് ക്യാഷ് കൊടുക്കുന്നത്. അതിനുശേഷം വരുൺ അമ്മായിമാരെ പോയി കാണുകയാണ്. അമ്മായിമാരാണെങ്കിൽ കൺമണിയുടെ കൂടെ ഓഫീസ് കാറിൽ പോകാനായിട്ട് വേഗം റെഡിയാവുകയായിരിക്കും. അപ്പോഴാണ് വരുൺ അങ്ങോട്ടേക്ക് എത്തുന്നത്. വരുൺ എല്ലാവർക്കുമുള്ള കല്യാണ ഡ്രസ്സ് കൂടി ആയിട്ടാണ് കൺമണിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം അമ്മായിമാർക്ക് വരുൺ കല്യാണ ഡ്രസ്സ് കൊടുക്കുകയാണ്. ഇത് കാണുന്ന അമ്മായിമാർക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം കൃഷി ഓഫീസിലേക്ക് പോവാനായിട്ട് റൂമിൽ നിന്നും താഴേക്ക് വരികയാണ്. കൃഷിനാണെങ്കിൽ രാവിലെ തന്നെ മാനസ കൃഷിൻ്റെ അടുത്ത് വന്ന് കിടന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു ദേഷ്യത്തോടു കൂടിയാണ് കൃഷി ഓഫീസിലേക്ക് പോവാനായിട്ട് റൂമിൽ നിന്നും താഴേക്ക് വരുന്നത്. പിന്നീട് ഓഫീസിലേക്ക് പോവാനുള്ള കാറ് വരാത്തതിനാൽ കൺമണി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. കൺമണി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൺമണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എല്ലാം കൈവിട്ടു പോവുകയാണല്ലോ എൻ്റെ വിഘ്നേശ്വര എന്ന്. അപ്പോഴേക്കും അവിടേക്ക് ഗോകുല് സങ്കടപ്പെട്ടുകൊണ്ട് വരികയാണ്. ഗോകുലിനും കൺമണിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയുന്നില്ല. എങ്കിലും ഗോകുല് കൺമണിയോട് പറയാണ്, എല്ലാത്തിനും കൃഷ് സാറുണ്ട് അപ്പേ കൂടെ, അപ്പോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗോകുൽ പോവുകയാണ്. അതിനുശേഷം വരുൺ കൺമണിയുടെ റൂമിലേക്ക് എത്തുകയാണ്. എന്നിട്ട് കൺമണിയോട് വരുൺ പറയുകയാണ്, ഇതുവരെ നീ എന്നെയാണ് കളിപ്പിച്ചത്, ഇനി മുതൽ ഞാനൊന്ന് നിന്നെ കളിപ്പിക്കാൻ പോവാ എന്ന് ആത്മവിശ്വാസത്തോടെ വരുൺ കൺമണിയോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന കൺമണിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി നാളെ കാണാം. ബൈ.